നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സീരിയസ് ആയിട്ട് ആശുപത്രിയില നേഴ്സുമാര് വിളിച്ച് എന്തൊക്കെയോ പറയണു. എനിക്ക് എന്റെ മോനെ ഇപ്പൊ കാണണം. വിവാഹപ്രായമാകുന്നവരെ എന്റെ മകൾക്ക് ആ വീട്ടിൽ സംരക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. പ്രതാപേട്ടന് അവൾക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അംബികേച്ചിയുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കി കൊടുക്കണേന്ന് ഞാൻ ഒരുപാട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷെ ഫലം ഉണ്ടായില്ല. എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ തിരിച്ചു വന്നിരിക്കുന്നത്. ദീപക്കുമായിട്ടുള്ള അവളുടെ വിവാഹം നടന്നില്ല എന്ന് മുമ്പ് കണ്ടപ്പോ വേണുട്ട് എന്നോട് പറഞ്ഞിരുന്നു. അവളുടെ കഴുത്തില് ഞാനിന്ന് കണ്ട താലി, നെറുകയിലെ സിന്ദൂരം. ആരാ വേണുട്ട് എന്റെ മകളെ വിവാഹം കഴിച്ചത്? ഞാൻ അന്വേഷിച്ചപ്പോ വേണുവേട്ടൻ ഇപ്പോ ആ വീട്ടിലെ ഡ്രൈവർ അല്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ എങ്ങനെ എന്റെ മകളുമായിട്ട് വേണുട്ട് സൂപ്പർ മാർക്കറ്റിൽ വന്നത്? എല്ലാത്തിനുള്ള ഉത്തരം വേണുവേട്ടൻ എന്നോട് പറയുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. പറയൂ വേണുവേട്ടാ. മാഡം, അത് ഞാൻ മാഡത്തോട് ഞാനെങ്ങനെ... എന്താ വേണുവേട്ടാ, എന്താ പ്രശ്നം? മാഡം, അത് ഞാൻ പറയാം മാഡം. പക്ഷേ മാഡത്തിന് എന്നോട് വിരോധമൊന്നും തോന്നരുത്. എന്താ വേണുട്ടാ, എന്താ? ഏയ്, വേണുട്ടിന് ആദ്യം കോൾ എടുത്ത് സംസാരിക്കേ. ഹലോ, എപ്പോ, എവിടെ വെച്ച്? അയ്യോ, വേണുട്ടാ, വേണുട്ടാ, എന്താ എന്താ പറ്റിയേ? അയ്യോ ദൈവമേ, ഞാനെന്ത് തെറ്റി? ദൈവമേ, വേണുട്ടാ, വേണുട്ടാ, എന്താ സംഭവിച്ചേ? രാധമ്മേ, എടി രാധമ്മേ. എന്ത് പറ്റി വേണുട്ടാ? പത്മാവതി മാഡം, എന്റെ എന്താ വേണുട്ടാ, എന്താ ഉണ്ടായേ? എന്റെ മകൻ. ആര്? നമ്മുടെ രാജു? രാജുവിന് എന്താ പറ്റിയേ? അത് എന്റെ രാജുവിന് ഞാനിതെങ്ങനെ സഹിക്കും? എന്താ എന്താ ഏട്ടാ, എന്താ പറ്റിയത്? എന്തിനാ കരയുന്നേ? നമ്മുടെ മോന് ആക്സിഡന്റ് ഉണ്ടായില്ലേ? സീരിയസ് ആയിട്ട് ആശുപത്രിയില. നേഴ്സുമാര് വിളിച്ച് എന്തൊക്കെയോ പറയണു. എനിക്ക് എന്റെ മോനെ ഇപ്പൊ കാണണം. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. എന്റെ കുഞ്ഞ്, എന്റെ രാജു. നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കല്ലേ, സമാധാനമായിട്ടിരിക്കെ. വേണുട്ട, ഏത് ഹോസ്പിറ്റലിൽ നിന്നാ കോള് വന്ന്? സിറ്റി ഹോസ്പിറ്റലിൽ പറഞ്ഞത്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. കരയാതെ. എന്റെ മോൻ. ഒന്നും സംഭവിക്കില്ല, രാജുവിനൊന്നും സംഭവിക്കില്ല. നിങ്ങൾ വാ, ഇങ്ങനെ കരയാതെ വാ. ദൈവമേ, ഓപ്പറേഷനുള്ള ക്യാഷ് ഞാൻ ആരോട് ചോദിക്കും? എന്റെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് ആണെങ്കിൽ ആ രമ്യയുടെ കയ്യിലാണല്ലോ. എന്തെയും രാജുവിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞാലും അവരെ കൊണ്ടൊന്നും ഇത്രയും വലിയൊരു തുക കൂട്ടിയേ കൂടില്ല. ദൈവമേ, ഒരു വഴി കാണിച്ചു തരണേ. താനാ ബില്ല് പേ ചെയ്തോ? ഇല്ല സിസ്റ്റർ. ഇല്ലെന്നോ? താൻ പണം കൊണ്ടുവന്ന് ബില്ല് പേ ചെയ്യുന്ന പറഞ്ഞിട്ടല്ലേ ഡോക്ടർ ഓപ്പറേഷനുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തത്? ഒരാളുടെ ജീവന്റെ കാര്യ. പെട്ടെന്ന് ക്യാഷ് പേ ചെയ്താ നമുക്ക് ആളെ ജീവനോട് തിരിച്ചു കിട്ടും. ഇല്ലെങ്കിൽ പിന്നീട് ആലോചിച്ച് ദുഃഖിച്ചിട്ട് പ്രയോജനം ഉണ്ടാവില്ല. ക്യാഷ് ആവശ്യത്തിലേറെ ഉണ്ടായിട്ടും സ്വന്തം ഭർത്താവിനോ മക്കൾക്കോ അച്ഛനമ്മമാർക്കോ വേണ്ടി
ചില്ലി കാശ് ചെലവാക്കാതെ അവര് ചാകുവാണെങ്കിൽ ചത്തോട്ടേന്ന് ഓർക്കുന്ന ഒരുപാട് ആളുകളെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. തന്നെ കണ്ടിട്ട് അങ്ങനെ ഒരാളാണെന്ന് തോന്നില്ല. ഞാൻ ഉടനെ പണം അടയ്ക്കാം സിസ്റ്റർ. പണം അടയ്ക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? സത്യം പറയേ, താനും ഞാൻ പറയുന്ന കാറ്റഗറി പെടുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ പോലീസിനെ വിളിച്ച് പറഞ്ഞേക്കാം. അല്ല സിസ്റ്റർ, എന്റെ അച്ഛനെ ഞാൻ ഫോണിൽ ട്രൈ ചെയ്യായിരുന്നു. അച്ഛനോടൊരു വാക്ക് പറഞ്ഞ അച്ഛൻ ക്യാഷ് വിട്ട് വരും. എങ്കിൽ വേഗം വിളിച്ച് പറയേ, എന്നിട്ട് ക്യാഷ് അടയ്ക്കാനുള്ള വഴി നോക്ക്. ശരി സിസ്റ്റർ. ദീപകേ മോനെ, എന്തായടാ അവൻ ചത്തോ? അവൻ ചത്തിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പൊ വിളിച്ചതേ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാ. എന്താ കാര്യം? ഇവിടെ രാജുവിന് അടിയന്തരമായ ഒരു ഓപ്പറേഷൻ നടത്താൻ പോവാ. അതിന് കുറച്ച് ലക്ഷങ്ങൾ ചെലവാകും. അതിന്? ആ തുകയൊന്നും രാജുവിന്റെ വീട്ടുകാരെ കൂട്ടിയാ കൂടുന്നതൊന്നും അല്ല. അത് ഋതികയ്ക്കും അറിയാം. അതുകൊണ്ട് അവൾ ആ പണത്തിന് വേണ്ടി അമ്മാവനെ വിളിക്കും. അവൾ വിളിക്കുവോ? അവൾക്ക് അതിനുള്ള ധൈര്യമുണ്ടോ? നിവർത്തിയില്ലാതെ വരുമ്പോ അവൾ അമ്മാവനല്ലാതെ വേറെ ആരെ വിളിക്കും? അവൾ അമ്മാവനെ തന്നെ വിളിക്കും. അവനെ വിളിച്ചാ അത് കുഴപ്പമാവും. അതുകൊണ്ട് അവള് വിളിച്ചാൽ ആ കോൾ ഒരിക്കലും അമ്മാവന് കിട്ടരുത്. അമ്മാവൻ അവളുടെ കോൾ ഒരു കാരണവശാലും എടുക്കരുത്. എടാ, അതിപ്പോ ഞാൻ എങ്ങനെയാ? പ്രതാപന്റെ ഫോൺ അവന്റെ കയ്യിലല്ലേ ഇരിക്കുന്നേ. അത് പിന്നെ എനിക്കെങ്ങനെ എടുക്കാൻ പറ്റും? അതൊന്നും എനിക്കറിയില്ല. ഋതിക എന്തായാലും അമ്മാവനെ വിളിക്കും. അമ്മാവൻ ഒരിക്കലും ആ കോൾ എടുക്കരുത്. അവളും അമ്മാവനും തമ്മിൽ ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അമ്മാവൻ ഇപ്പൊ അറിയാൻ പാടില്ല. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ അവന്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ വരുന്ന കോളുകള് ഞാനെങ്ങനെയാ? അമ്മയുടെ തലനിറച്ച ബുദ്ധിയല്ലേ, എന്തെങ്കിലും ഒരു ബുദ്ധി പ്രയോഗിക്കേ. അല്ലെങ്കിൽ നമ്മുടെ പ്ലാനുകളെല്ലാം അടപടലം പൊളിയും. അമ്മയ്ക്ക് രാജു ചത്ത വാർത്ത കേൾക്കണ്ടേ? വേണം. അവൻ ചത്താലേ എനിക്ക് സമാധാനാവൂ. എങ്കിലേ അമ്മാവനും ഋതികയും തമ്മില് ഫോണിൽ സംസാരിക്കാതിരിക്കാനുള്ള വഴി നോക്ക്. ഞാൻ വിളിക്കാം. ഓക്കെ. ആമേ, അമ്മ ഞാൻ പറഞ്ഞതുപോലെ ചെയ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.